ഈ പ്രദേശങ്ങളൊക്കെ, ഈ കുട്ടനാടൻ പ്രദേശം എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇവിടുത്തെ നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ, പുള്ളിക്കാരൻ പാലക്കാട് കലക്കത്ത് ഭവനത്തിലാണ് ജനിച്ചതെങ്കിലും പുള്ളി എന്താ പറയുക, ഓട്ടൻതുള്ളലും കാര്യങ്ങളും മിഴാവ് കൊട്ടുകാരനായിട്ടൊക്കെ നിന്നിരുന്നത്, വർക്ക് ചെയ്തത് നമ്മുടെ ഈ അമ്പലപ്പുഴ പ്രദേശത്താണ്. ലൈറ്റ് കാണുന്നുണ്ടാവില്ല, കാരണം ലൈറ്റ് അവിടെ നിന്നാണ് അടിക്കുന്നതുകൊണ്ടേ എന്തെന്തായാലും അവിടെ നിന്ന് കാണാനുള്ള സാധ്യത കുറവാണ്. ഇതാണ് എൻട്രൻസ്, മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ ജസ്റ്റ് പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം. ഇത് നേരെ കയറി വരുമ്പോൾ തന്നെ ഒരു മാവ് കാണാം, അതിൻ്റെ അവിടെ നമുക്കൊരു വിഗ്രഹമൊക്കെ കാണാം. ഇനി നമുക്ക് ചെമ്പകശ്ശേരി മഠം, അതായത് ഇവിടുത്തെ രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ നമ്പൂതിരി രാജാക്കന്മാരാണ്. അപ്പോൾ അവരുടെ കൊട്ടാരത്തിനൊക്കെ പറയുന്നത് മഠം എന്നാണ്. അപ്പോൾ അവർ താമസിച്ചിരുന്ന ഏരിയ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പഴയ കുറച്ച് ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഒരു 500 വർഷമൊക്കെ പഴക്കമുള്ള തടി കൊണ്ടുള്ള കൺസ്ട്രക്ഷൻ ആയിരിക്കും ഈ കെട്ടിടങ്ങൾ എന്ന് പറയുന്നത്. അതൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രിസർവ് ചെയ്തിട്ടുണ്ട് അവർ. ഈ ബിൽഡിംഗ് ഒക്കെ അതിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് ഗുരുവായൂർ നട എന്ന് പറഞ്ഞിട്ടുള്ള നട. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. തടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പഴയ നിർമ്മിതി കേട്ടോ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഒരു കൊത്തുപണിയുടെ ഒരു സംഭവം കാണിച്ചു തരാം. ഉണ്ടോ, ഇതൊരു ഒറ്റ പീസിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു
പലകയാണ്. ഇതിൽ നമുക്ക് മുതല അങ്ങനെ ഒരുപാട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് ഇത് നമുക്ക് ഒരു അപ്സ്റ്റെയറാണിത്. നമുക്ക് ജസ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ നിന്ന് നമുക്ക് അമ്പലമൊക്കെ കാണാൻ പറ്റും. ഈ കിളിവാതിലൂടെ തള്ളിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ഏകദേശം ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ്. നമുക്ക് ജസ്റ്റ് താഴോട്ട് ഇറങ്ങി നോക്കാം. നമുക്ക് ജസ്റ്റ് ഗുരുവായൂർ നട, അതായത് ഗുരുവായൂരപ്പനെ പ്രതീക്ഷിച്ചിട്ടുള്ളത് അവിടെയാണ്. അതിനു മുന്നേ ജസ്റ്റ് അവിടെ ഒന്ന് പോയിട്ട് വരാം. ഈ തൂണുകളൊക്കെ കണ്ടില്ല, ഇതിൻ്റെ ഒരു പ്രത്യേകത കണ്ടില്ല, ഒക്കെ പഴയ ഉരുപ്പിടി കേട്ടോ. ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്ത് ഗുരുവായൂരിൽ നിന്ന് വിഗ്രഹം ഇവിടെ കുറച്ച് നാൾ സൂക്ഷിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഓർമ്മയ്ക്കായിട്ടാണ് ഇവിടെ ഇങ്ങനൊരു പ്രതിഷ്ഠ. ഇത് നമുക്ക് കഞ്ഞി വിതരണം ചെയ്യുന്ന സ്ഥലമാണ്. കണ്ടോ, ഇതൊരു കിണറാണ്. ആക്ച്വലി ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ ചെമ്പകശ്ശേരി രാജാക്കന്മാരുടെ എന്താ പറയുക പാലസ് നിലനിന്നിരുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. കണ്ടില്ല, നല്ല അടിപൊളി വാതിലൊക്കെ. ഇത് കുളപ്പരയാണ്. കുളപ്പരയ്ക്ക് വരുമ്പോൾ ഞാൻ കയറി ചാൻസ് കേട്ടോ. പണ്ട് വിളക്ക് കത്തിച്ചിരുന്ന ഏരിയ കണ്ടില്ല. അതിൻ്റെ കേർവ്ഡ് എന്താ പറയുക ഗേറ്റും അതിൻ്റെ ഫ്രെയിം കരിങ്കല്ലുകൊണ്ടാണ്. നമുക്ക് ജസ്റ്റ് നോക്കുമ്പോൾ കാണാം ഈ പണ്ട് വാതിൽ വെച്ചിരുന്ന